ഉലകനായകൻ കമൽഹാസന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് നടിയെ കിട്ടിയാലും മാക്സിമം അവരുടെ അവരുടെ സ്ത്രൈണത, അവരുടെ സ്ത്രീത്വം ഉപയോഗിക്കും. ഹേറാമിൽ ഒക്കെ നമ്മളത് കണ്ടതാണ്. ഹേറാമിൽ റാണി മുഖർജിയെയും വസുന്ധര ദാസിനെയും ഒക്കെയാണ് ഉപയോഗിച്ചത്. ലിപ്ലോക്ക് ചുംബനങ്ങളും നടിമാരുടെ ശരീര അവയവങ്ങളിൽ തട്ടിക്കൊണ്ടുള്ള ഗാനരംഗങ്ങളും ഒക്കെ കമൽഹാസൻ്റെ പ്രത്യേകതയാണ്. ജീവിതത്തിലും കമൽഹാസൻ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് തേൻ തേടി പോകുന്ന വണ്ടിനെ പോലെയാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ സ്ത്രീകൾ കമൽഹാസനെ പെമ്പിളൈ പെറുക്കി എന്ന് വിളിക്കുന്നത്. പല വിവാഹങ്ങൾ, ഗൗതമിയുമൊത്തുള്ള ലിവിങ് ടുഗദർ ജീവിതം ഒക്കെ കമൽഹാസൻ നയിച്ചു. അതെല്ലാം തിരിച്ചടിയിൽ കലാശിക്കുകയും ചെയ്തു. അവരെല്ലാം കമൽഹാസനെ വിട്ടുപോയി. കമൽഹാസൻ്റെ പ്രത്യേകത അതാണ്. പക്ഷേ ഒരൊറ്റ നടിയുടെ മുമ്പിൽ മാത്രമേ കമൽഹാസൻ തോറ്റിട്ടുള്ളൂ. അത് കാർത്തികയുടെ മുമ്പിലാണ്. മലയാളത്തിൽ 90കളിൽ പ്രിയപ്പെട്ട നടിയായിരുന്നു കാർത്തിക. താളവട്ടം അടക്കമുള്ള ചിത്രങ്ങളിൽ മനോഹരമായി അഭിനയിച്ച കാർത്തികയുടെ യഥാർത്ഥ പേര് സുനന്ദ എന്നാണ്. കാർത്തിക തിരുവനന്തപുരത്തുകാരി കൂടിയാണ് എന്നതിൽ നമുക്ക് പൊളിറ്റിക്സ് കേരളയ്ക്ക് അഭിമാനമുണ്ട്. കാർത്തിക കമൽഹാസനുമൊത്ത് നായകൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. മണിരത്നം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെ കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ അവാർഡും ലഭിച്ചു. എന്തായാലും നായകനിൽ കാർത്തിക കമൽഹാസൻ്റെ മകളായാണ് അഭിനയിച്ചത്. സ്വാഭാവികമായും മകളും അച്ഛനും തമ്മിലുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങൾ വരുമ്പോൾ കമൽഹാസൻ അങ്ങ് കോഴിയായി മാറും. കുറേയൊക്കെ കാർത്തിക ക്ഷമിച്ചു. പിന്നീട് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ കാർത്തികയുടെ അനുവാദം കൂടാതെ കമൽഹാസൻ കാർത്തികയെ കെട്ടിപ്പിടിച്ചു. കാർത്തിക അത് തട്ടിമാറ്റി, കമൽഹാസൻ്റെ കൈ തട്ടിമാറ്റി. അത് കമൽഹാസന് വലിയ ക്ഷീണമായി മാറി. എന്തായാലും പിന്നീട് കാർത്തിക തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. നിരവധി ഓഫറുകൾ കിട്ടിയിട്ടും പല നടിമാരും കമൽഹാസൻ ഒന്ന് കെട്ടിപ്പിടിക്കാൻ താല്പര്യപ്പെടുമ്പോൾ കാർത്തിക ആർജവത്തോടുകൂടി കമൽഹാസൻ്റെ കൈ തട്ടിമാറ്റി. അതാണ് കാർത്തികയുടെ സവിശേഷത. മലയാളത്തിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ നായികയായി കാർത്തിക അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിനോടൊപ്പമാണ് കൂടുതലും അഭിനയിച്ചത്. മോഹൻലാൽ കാർത്തിക ജോഡികൾ ഒരു കാലത്ത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികളായിരുന്നു. എന്നാൽ ഒരൊറ്റ രംഗത്ത് പോലും സെക്സിയായി അഭിനയിക്കാൻ കാർത്തിക തയ്യാറായില്ല. അവരുടെ സ്ത്രീത്വത്തെ കാത്തുകൊണ്ട് സിനിമയിൽ നിന്നു. സിനിമ വിട്ട ശേഷം സാധാരണക്കാരിയായി ജീവിതം നയിച്ചു കാർത്തിക. തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് കാർത്തികയുടെ വീട്. വഴുതക്കാട് മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന കാർത്തികയെ ആരും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞാലും ആർക്കും അത്ഭുതമില്ല. കാരണം അത് ഒരു സ്ഥിരം കാഴ്ചയാണ്. കാർത്തികയ്ക്ക് കയ്യടി കൊടുക്കേണ്ടത് കമൽഹാസനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിൻ്റെ കോഴിത്തരത്തെ ഇല്ലാതാക്കിയതിലൂടെയാണ്. എല്ലാ പെണ്ണുങ്ങളും അല്ലെങ്കിൽ എല്ലാ നടിമാരും ഒരുപോലെ അല്ല എന്ന് കാർത്തിക തെളിയിച്ചു കൊടുത്തു. അതാണ് കാർത്തികയുടെ പ്രത്യേകത. ആ പ്രത്യേകതയ്ക്കാണ് കയ്യടി കൊടുക്കേണ്ടത്. നായകൻ വലിയ ഹിറ്റായിരുന്നു. അതിൽ കാർത്തികയുടെ അഭിനയത്തെ എല്ലാവരും പുകഴ്ത്തി. പക്ഷേ അതിനുശേഷം തമിഴ് സിനിമയിൽ നിരവധി ഓഫറുകൾ കാർത്തികയ്ക്ക് വന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ തമിഴിൽ നായകനായത് സത്യരാജാണ്. നായികയായി സംവിധായകൻ തീരുമാനിച്ചത് കാർത്തികയാണ്. പക്ഷേ കാർത്തിക ആ സിനിമയിൽ അഭിനയിച്ചില്ല. അങ്ങനെ പല പ്രോജക്റ്റുകളും വേണ്ടെന്ന് വെച്ചു. അവർ മാനം വിറ്റ് പ്രോജക്റ്റ് വേണ്ടെന്ന് തീരുമാനിച്ച നടിയാണ് കാർത്തിക. അതാണ് അവരുടെ പ്രത്യേകത. അതാണ് അവരുടെ ചങ്കുറപ്പ്. അതാണ് അവരുടെ ധൈര്യം. അതാണ് അവരുടെ വ്യക്തിത്വം.
കാർത്തികയും മോഹൻലാലും പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹം കഴിക്കാൻ പോകുന്നെന്നും ഒക്കെ അന്നത്തെ മാധ്യമങ്ങൾ എഴുതി. അതൊക്കെ കള്ളമാണെന്ന് പിന്നീട് തെളിഞ്ഞു. കാർത്തികയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ താളവട്ടം, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, തന്മനസ്സുള്ളവർക്ക്, സമാധാനം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഇരുവരും വിവാഹിതരാകണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാർത്തികയെ ബാധിച്ചില്ല. അവർ ഒരു ഡോക്ടറെ കല്യാണം കഴിച്ച് സിനിമ അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായും വിട പറഞ്ഞു. സമ്പന്നമായ കുടുംബത്തിൽ നിന്നാണ് കാർത്തിക സിനിമാ അഭിനയത്തിലേക്ക് എത്തിയത്. പ്രൗഢമായ കുടുംബം. അതുകൊണ്ട് തന്നെ ആരെയും ഭയക്കാനോ ആരുടെ മുമ്പിലും തലകുനിക്കാനോ കാർത്തിക തയ്യാറായില്ല. പറഞ്ഞു വന്നത് ഉലകനായകൻ്റെ കഴപ്പ് തീർത്ത കാർത്തികയെ കുറിച്ചാണ്, കാർത്തികയുടെ വ്യക്തിത്വത്തെ കുറിച്ചാണ്.